നാവിലിട്ട അലിഞ്ഞു പോകുന്ന 3 ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു കോക്കനട്ട് ബർഫിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നിട്ട് ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം എല്ലാവരുടെയും അഭിപ്രായം പറയണം. വളരെ സിമ്പിളാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ നെയ്യോ ഓയിലോ ഒന്ന് തടവി വെക്കാം. ഇത് ബർഫി നന്നായിട്ട് വിട്ടു വരാൻ വേണ്ടി ആദ്യമേ നമ്മളിത് ചെയ്ത് വെക്കുന്നത്. ഇനി ഈ പാത്രം ഇവിടെ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ബർഫിക്കുള്ള ബാക്കിയുള്ള ചേരുവകളൊക്കെ എടുക്കാവേ. നമ്മൾ കോക്കനട്ട് ബർഫിയല്ലേ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. ചിരണ്ടി എടുക്കല്. അതിൻ്റെ അടിഭാഗത്തെ ആ കറുത്ത കളറുണ്ടല്ലോ, അത് മൊത്തം നമുക്ക് കട്ട് ചെയ്ത് കളയണേ. വെള്ള മാത്രമേ തേങ്ങയുടെ എടുക്കാവുള്ളൂ. ഞാനിപ്പം ഒരു തേങ്ങ ആയപ്പോൾ 3 കപ്പോളം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അടി കളറൊന്നുമില്ല, നല്ല വെള്ളയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ചേരുവകളും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് പൊടിച്ചെടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഏലക്ക ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 5-6 എണ്ണം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. വളരെ സിമ്പിളായി ഇത് ഉണ്ടാക്കാം കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു പാൻ ചൂടാവുമ്പോഴത്തേക്ക് 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. നല്ല ഗോതമ്പ് എടുക്കണം, അല്ലെങ്കിൽ ഒരു ചുവ വരുവേ. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ആ ഗോതമ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. നെയ്യ് വേണ്ടവർക്ക് ഈ സമയത്ത് നെയ്യ് ചേർത്തുണ്ടാക്കാം. ഞാൻ അധികം നെയ്യൊന്നും ചേർക്കുന്നില്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം നല്ല ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്ക് ആ ഗോതമ്പിൽ നിന്നൊരു സ്മെല്ല് വരികയല്ലേ, ആ പാകമാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കണം. ഇപ്പോൾ ഗോതമ്പൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തായിടുന്നേ. അരച്ചിട്ടില്ല, പൊടിച്ച് വെച്ചിരിക്കുന്നത്. അത് ഏകദേശം ഒരു 4 കപ്പോളം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങി ആ ഗോതമ്പ് മാവിൽ പിടിച്ച് ഒന്നുകൂടി മൂത്ത് വരട്ടെ. അന്നേരപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ അടുത്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കൂട്ട് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ, അല്ലേ കരിഞ്ഞു പോവും. ഗോതമ്പ് മാവ് നമ്മൾ ആദ്യമേ തന്നെ വറുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പം ഏകദേശം തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ പാനിയിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കി എടുക്കണം. പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല, ഇത് നാടൻ ശർക്കരയാണ്. അത് പൊടിച്ച ശർക്കര ആയതുകൊണ്ട് അഴുക്കൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് ഗോതമ്പ് മാവല്ലേ എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് ഗോതമ്പ് മാവിന് 3 കപ്പ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനേ ശർക്കരപ്പാനിക്ക്. ആ ഗോതമ്പ് മാവ് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് ഇളകി മിക്സായി വരണം. എന്നാലേ ഉള്ളൂ നമ്മുടെ ബർഫി പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളേ. ഇപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തേങ്ങയുടെ കൂട്ടും മാവിൻ്റെ ഇതുമൊക്കെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഇതിലൊന്ന് വെന്ത് വരട്ടെ. ചെറുതായിട്ട് ആ ശർക്കരയിൽ കിടന്ന് വേകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇളക്കി നല്ലൊരു കട്ടി ബർഫിയുടെ പാകമാകുകയല്ലേ, അലുവയുടെ പാകമാകരുത്, എന്നാൽ നമുക്കത് കടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ബർഫിയുടെ അതേ കൺസിസ്റ്റൻസി വേണം ഓഫാക്കി എടുക്കാൻ. ഇത് തീ കുറച്ച് തന്നെ ഇളക്കി കൊടുക്കണം, എന്നാലേ ഉള്ളൂ നമുക്കിത് കറക്റ്റ് പാകത്തിൽ കിട്ടത്തുള്ളൂ. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഓപ്ഷനല്ല, ശർക്കരയുടെ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ഇനി നമ്മുടെ പാത്രത്തിൽ നിന്നൊന്ന് വിട്ടു വരട്ടെ. അതുവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ വേഗത്തിൽ കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഫിയായത്. എന്നാൽ നമ്മൾ ഈ ശർക്കരയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് ഓർക്കും. പക്ഷേ ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആരും വിടുകയില്ല. പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ.
ക്യാഷ്യോ മുന്തിരിയോ നമ്മുടെ കയ്യിൽ ഈന്തപ്പഴമോ എന്തുണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചിട്ടേച്ചാൽ മതി. ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്, വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താണ് ഇളക്കി കൊടുക്കുന്നത്. അന്നേരം നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും, പിന്നെ ഒരു ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നട്ട്സുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ തേങ്ങ മാത്രമേ ഉള്ളൂ. നമ്മൾ കോക്കനട്ട് ബർഫിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ തേങ്ങയുടെ ആ ടേസ്റ്റ് വേണം മുമ്പിൽ നിൽക്കാൻ. ഇപ്പോൾ കണ്ട നന്നായിട്ട് മടങ്ങി വരുന്ന പാകമായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഒരു 90% ബർഫി ആയിക്കഴിഞ്ഞു. എന്നാലും നമുക്ക് കുറച്ചുകൂടി നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ശർക്കരയൊക്കെ കണ്ടോ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ നെയ്യ് തടവി വെച്ച പാത്രമില്ലേ അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചൂടോടുകൂടി തന്നെ വേണം നമുക്കിത് ചെയ്യാൻ. ആറിക്കഴിഞ്ഞാൽ കട്ടിയായി പോവും, പിന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുമല്ലേ. അതിന് വേണ്ടിയിട്ട് ചൂടോടുകൂടി തന്നെ ഇട്ടതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് ബൗളോ അതോ അടി പിടിക്കാത്ത പാത്രമോ എടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ എല്ലാ സ്ഥലവും ഒരു പാച്ചിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി ഒരേ ഷേപ്പിലാകുന്നിടം വരെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലായിടവും ഏകദേശം കനമൊക്കെ ഒരുപോലെ ആയിട്ടുണ്ട്. ഈ പാകത്തിനാകുമ്പോഴത്തേക്ക് നമുക്ക് വേണേൽ എള്ളോ അങ്ങനെ കയ്യിലുള്ള എന്ത് നട്ട്സുകളോ ഈ സമയത്തും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒന്ന് വറുത്തെടുത്തോ മാത്രമേ ഉപയോഗിക്കാവുള്ളേ, അല്ലെ പച്ചയുടെ ആ ചുവ വരുവേ. ഇനി ഇതൊന്ന് നല്ല ഷേപ്പ് ചെയ്തെടുക്കും. ഇപ്പോൾ കണ്ട കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഇനി ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് വേഗം സെറ്റായി കിട്ടും. അല്ലെ പുറത്തിരുന്നാൽ മതി കേട്ടോ. ധൃതി ഇല്ലെങ്കിൽ പുറത്തിരുന്നെങ്കിൽ പുറത്ത് വെച്ച് തന്നെ നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാനേ ഉള്ളൂ. ഞാൻ കുറച്ച് വൈറ്റ് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്ന കേട്ടോ. ഒരേ കളറിൽ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി. അല്ലേ തന്നെ നല്ല രുചിയുള്ള ബർഫിയാണ് ഇത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബർഫി റെഡിയായി. ഇനിയൊരു 15 മിനിറ്റിൽ നമുക്ക് പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഈ എള്ള് ചേർക്കുന്നത് വേണ്ടവർ മാത്രം എടുത്താൽ മതി. പിന്നെ കറുത്ത എള്ളുണ്ടെങ്കിൽ കറുത്ത എള്ളാണേലും ചേർത്ത് കൊടുത്തേച്ചാൽ മതി. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സ്പാച്ചില വെച്ചിട്ട് തന്നെ മണ്ടയിലേക്കൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഈ എള്ള് നന്നായിട്ട് അതിലേക്ക് പിടിച്ചോളും, അല്ലെ പിടിക്കാതെ ഇരിക്കും. കാരണം ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മുറിച്ചെടുക്കുന്നുണ്ട്, കാരണം ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് പാകത്തിൽ നമുക്ക് പീസാക്കി എടുക്കാൻ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ച് ഉറഞ്ഞതല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ രുചിയൊന്നും വേറെയല്ലേ. അതുപോലെ തന്നെ എണ്ണയൊന്നും അധികം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ബർഫിയിൽ. നെയ്യ് വേണമെങ്കിൽ മാത്രം കുറച്ച് ചേർത്തേച്ചാൽ മതിയേ. ഇനിയിപ്പം ബർഫിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങയൊക്കെ ഉള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ തേങ്ങയൊക്കെ എല്ലാവരുടെയും ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് ഇങ്ങനെ സിമ്പിൾ റെസിപ്പികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്നുകൂടി പറയുക, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.